അപ്പൻഡിക്സ് വന്നിട്ട് പൊട്ടി, വയറ്റിന്ന് പൊട്ടി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇക്രയിലേക്ക് കൊണ്ടുപോയതാ. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് ജസ്റ്റ് ഡോക്ടറെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ICUവിന്റെ മിററില്ലേ അതിന് നോക്കിയിട്ട് ഞാൻ നോക്കി ഒരാൾ മുടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നോട് മോളെ എന്റെ ലിബാം എവിടെ, ഒരു ഇടി വെച്ചേര് ഞാൻ കയറിക്കുള്ളിലേക്ക്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയില്ലെങ്കിൽ ആദ്യം ചോദിക്കാൻ എന്താ ആർക്കാ കുഴപ്പം? അപ്പൊ ഞാൻ പറയും നിങ്ങൾക്കാ കുഴപ്പം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മളെ ബെസ്റ്റ് ഗൾഫിൽ നിന്നൊക്കെ വന്ന ഫ്രണ്ട്സേ, എടാ ഒന്നും ചിന്തിക്കണ്ട, കാരൊക്കെ ജ്യൂസ് അടിച്ചാണ്ട് കുടിച്ചാൽ ജഡ്ജ് ചെയ്യാൻ പാടും ഒരാൾ ആ രീതിക്ക്. എന്ത് വൃത്തികെട്ട ക്യാരക്ടറാണത്. ചുമ്മാ അങ്ങ് ജഡ്ജ് ചെയ്യാം. അതെന്ത് കൊണ്ട് എന്ന് ചോദിക്കാനുള്ള ബേസിക് മര്യാദ നമ്മൾ കാണിക്കണം. അതില്ലാതെ ഇത് ആയില്ലാന്ന് കാണുമ്പോഴേക്കും എല്ലാവരും ജർമ്മൻ ഷെപ്പേർഡാന്ന് കരുതി പ്രേമിച്ചതാ, പിന്നെയല്ലേ ചൊക്കിളിയാന്ന് പറഞ്ഞത്. ഓരാധിക എന്ന് പറഞ്ഞ പ്രേമലൂല അത് മുന്നേറ്റം ചെയ്തതാ. ഞാൻ മുന്നേ ഇതുപോലെ ഒരു സംഭവം ചെയ്തു. അവര് ചിലപ്പോ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് സ്വയം മൂവി കണ്ടപ്പോ അതിലാ കൃഷ്ണനായിട്ട് വന്നില്ലേ അതിൽ ലാസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന സീനില്ലടാ, എനിക്ക് എന്നെ കണക്ട് ആയി. ഞാൻ ഇങ്ങനെ അന്ന് കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞില്ലേ ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞപ്പോ പ്രസിഡന്റ് പറഞ്ഞു മനസ്സിലായില്ല എന്നുള്ള സെയിം തന്നെ അതിലും. നീ ഇങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവത്തില്ല, മനസ്സിലാവുന്ന ഭാഷ പറയുന്നത്. കാർത്തിയുടെ പോലെ ഉണ്ട് എന്നൊക്കെ പറയാ. അത് കുറെ പേര് പറയാറുണ്ട് അല്ലേ? അല്ലു അർജുനെ പോലെ കുറെ പേര് പറഞ്ഞു. അതൊന്നാമത് പുഷ്പ വന്ന ടൈമിൽ അല്ലു അർജുൻ കാർത്തി എന്നൊക്കെ പറയുമ്പോഴേ പിന്നെ പ്രസിഡന്റ് 10 മിനിറ്റ് കണ്ണാടിന് മുന്നിൽ പോയി എന്തൊക്കെ പറഞ്ഞാലും ഞാനൊക്കെ റംസാന്റെ ഫാനാണ്. എന്റെ അടുത്ത് ഇവള് പറയും പ്രജേട്ടൻ മറ്റേ ചന്തി കുലുക്കി ഡാൻസ് കളിക്കുന്ന മാതിരി അല്ലാതെ. നമ്മൾ കാണുന്ന ടൈമിൽ 3 വർഷം നിങ്ങൾ കഴിഞ്ഞ 3rd ഇയറിലോട്ട് പോവാ. 8 വർഷമായി നമ്മള് കണ്ടിട്ട്. ഞങ്ങള് ആ ഒരു കുട്ടിക്കളി മാറാത്തോണ്ടാണ് ഞങ്ങൾ ഇതുവരെ കുഞ്ഞുവാവ. ഇനി പക്ഷെ എല്ലാവരും പറഞ്ഞു തുടങ്ങി. പിന്നെ പ്രായവും അത്ര കുഞ്ഞില് ഞങ്ങള് ചിന്തിച്ച് കുറച്ച് പേര് ഇപ്പൊ കമന്റ്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് പിള്ളേരില്ലേ, എന്തായാലും ആൻസറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. കാരണം എന്താന്ന് വെച്ചാൽ ഞാനായാലും ഏട്ടനായാലൊക്കെ വളർന്നത് വളരെ മിഡിൽ ക്ലാസ്സിനും താഴെയുള്ള ഒരു സാഹചര്യങ്ങളിലാണ് വളർന്നത്. അപ്പൊ നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്. അവരെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ആയിട്ട് ഞങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലാണ് വളർന്നു വന്നത്. അപ്പൊ വീണ്ടും അതുപോലൊരു സ്റ്റേജിലാണ് ഞങ്ങളും കല്യാണം കഴിച്ചത്. അവിടെ കയറി ഒരു കുഞ്ഞി വന്നിട്ടുണ്ടെങ്കിൽ ആ വാവേനെ ഒന്ന് സ്നേഹിക്കാനോ അതിന് വേണ്ടത് കൊടുക്കാനുള്ള ഒന്നും ഞങ്ങളുടെ അടുത്ത് അന്നില്ല. ഒരു ജീവനെയും കൂടെ നല്ല രീതിയിൽ നോക്കാൻ പറ്റാതായി പോകും. അപ്പൊ അന്നേ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് ഒന്ന് സെറ്റിൽ ആവട്ടെ. പിന്നെ എനിക്ക് പ്രചോദനം അതിനുള്ള പ്രായമുള്ളൂ, ഞങ്ങളോ കുഞ്ഞ്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായ രീതി എല്ലാ കുഞ്ഞുങ്ങളെയും കൂടെ എന്ത് ചെയ്യുന്നുള്ളൊരവസ്ഥയാവും. അപ്പൊ ഒന്നൊന്ന് ലെവലായി അറ്റ്ലീസ്റ്റ് അവളുടെ കാര്യങ്ങൾ നോക്കി എനിക്കെങ്കിലും ഏട്ടപ്പ ബിസി ആണെങ്കിൽ എനിക്കെങ്കിലും അന്ന് ഞാനും വർക്കിംഗ് ആണ്. ഞങ്ങൾ വേറെ ലെവലിലൊരു ഓട്ടോ ജീവിതം മുഴുവൻ. നമ്മുടെ കൊച്ചിനെ നമുക്ക് മര്യാദയ്ക്ക് കൊണ്ട് നടക്കാനുള്ള ഒരു സ്റ്റേജ് ആയിട്ട് മതി ഒരു ആവാന്ന് ചിന്തിച്ചതായിരുന്നു. നല്ല പൊന്നു പോലെ നോക്കണം, അതിനെ ഒരു കുറവും വരുത്തരുത്, അതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ. ഇപ്പോഴാണ് അതിനുള്ള ഒരു ലെവൽ. ഇനിയാണ് അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ. അപ്പൊ ഒന്നാമത് നമ്മളൊരു അത്ര ഒരു എങ്ങനെ ഇതിനെ ഒരു വേറൊരു ജീവൻ വരികയല്ലേ. അപ്പൊ അതിനെ നമ്മൾ കുറച്ചും കൂടി മെച്ചോർഡ് ആവേണ്ടതുണ്ട്. നമ്മൾ തന്നെ അത് മനസ്സിലാക്കി ഫിനാൻഷ്യലി മെന്റലി എല്ലാ രീതിയിലും നമ്മൾ ആ കഷ്ടപ്പാട് പിന്നെ ഞാനൊരു എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ അക്കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. കാരണം എന്നോട് എപ്പോഴും പറയും പ്രജേട്ടന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാ. പക്ഷെ എൻ്റെ അടുത്ത് ഇന്ന് വരെ ഫോഴ്സ്ഫുള്ളി അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. മോൾ എന്നാണോ പ്രിപ്പയർഡ് ആവുന്നത്, കാരണം മോളാണ് ക്യാരി ചെയ്യേണ്ടത്, മോളാണ് കാര്യങ്ങൾ, മോൾക്ക് അതിൻ്റെതായിട്ടുള്ള പല മൂഡ് സ്വിങ്സും സ്റ്റേജുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആക്സെപ്റ്റബിൾ ആവുന്ന സമയം അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് അന്ന് മതി. ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോകണം, കാണണം. ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. കോഴിക്കോട് ഫുഡ്, കോഴിക്കോട് സ്നേഹം, അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആളങ്ങനെയല്ല. ഞാനപ്പോ ഒരു അവളാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. അപ്പൊ അവളാണ് 2-3 വർഷം ഒരു കുഞ്ഞുവാ വരികയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ് അതിനെ ക്യാരി ചെയ്യാനും. നമ്മൾ എത്ര കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളിൽ എന്തായാലും പോയി നിന്നാലും വേദന അനുഭവിക്കേണ്ട അവരെ കൂടെ കരയാൻ പറ്റും നമുക്ക്. അവരാണ് കഷ്ടപ്പെടേണ്ടതും ആ കുഞ്ഞുവാവിനെ നോക്കേണ്ടതും അവരെ 2-3 വർഷം ഫീഡ് ചെയ്യേണ്ടതും ഒരു റൂമിൽ അടക്കി പിടിക്കേണ്ടതും ഒക്കെ. അപ്പൊ പക്ഷെ എൻ്റെ കണ്ണില് അവള് പ്രിപ്പയർഡ് ആവണം, എന്നിട്ട് മതി. അല്ലാതെ നമ്മളെ ആഗ്രഹം അല്ലെങ്കിൽ അവൾക്ക് എന്റെ പോലെ തന്നെ ആഗ്രഹം, പക്ഷെ നമ്മൾ 2 പേരും ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായി ചിന്തിച്ചു, അത്രേ ഉള്ളൂ. ആഗ്രഹത്തിനേക്കാൾ ഉപരി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ എടുത്താലേ നമുക്ക് എല്ലാം കൊണ്ടും ഒരു, അല്ലെങ്കിൽ എന്താണെന്നറിയോ വലിയ പ്രശ്നങ്ങളാവൂടാ. ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുള്ളത് ആ സാഹചര്യം. പിന്നെ അതൊരു
അല്ല ഒരു പോസ്റ്റ്മോർട്ടം പ്രഗ്നൻസി അങ്ങനെ പല കേസസും ഉണ്ട്. നമുക്ക് കൂടുതൽ ഡോക്ടേഴ്സ് ആണ് ഫ്രണ്ട്സ് ആയിട്ടുള്ള, അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ഒക്കെ എനിക്കുണ്ട് പേഴ്സണലി. എടാ ഇങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ, നീ പ്രിപ്പയർഡ് ആയിരിക്കണം, തടി കുറയ്ക്കണം, പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇതൊരു ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കാന്നല്ല അതിന്റെ അർത്ഥം. We have to be mentally strong and happy. അത് എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും, പിന്നെ ഓരോരോ ജീവിതം ഡിപ്പെൻസ് ആണ്, ഓരോരോ ചിന്തകളാണ്. പക്ഷെ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ രസം ഉണ്ടാവും. ആ ഒരു പെണ്ണിന്റെ വേദനയും നമ്മൾ മനസ്സിലാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു സുഖം ഉണ്ടാവും. നമുക്ക് രണ്ടുപേരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇനി എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടാവുമ്പോഴും ഈ സാധനമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ പിരിയുമ്പോൾ കുറച്ചും കൂടി പിരിയണം എന്നുള്ള സാധനം വരുമ്പോൾ ഇതൊക്കെ ഈ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ രണ്ടുപേരുടെയും മനസ്സിൽ വരും. അത് ഈ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് പെട്ടെന്ന് ചില. പിന്നെ നിനക്ക് അറിയാലോ, എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയാലും ആദ്യം ചോദിക്കാൻ എന്താ, ആർക്കാ കുഴപ്പം? ഞാൻ പറയും നിങ്ങൾക്കാ കുഴപ്പം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കാണ് കുഴപ്പം, വേറെ എന്ത് കുഴപ്പം, ഇതേ ഉള്ളൂ. സി അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ. ഒരുപാട് അതിനെ റിലേറ്റ് ചെയ്ത് ഇപ്പൊ ഒരു സീരീസ് വരെ വന്നില്ലേ നിത്യമേനന്റെ, നെയിം ഐ ഫോർഗോട്ട്, ഞാൻ ഈ എടുത്തിരുന്ന് കണ്ടതാ. ഇതെന്ന് പറയുന്നത് 2 വ്യക്തികളുടെ പ്രൈവറ്റ് ഡിസിഷൻ മാത്രമാണ് കല്യാണം കഴിഞ്ഞ, അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ആരെയല്ലോ അയ്യോ എന്നോട് കുറച്ച് നമ്മളെ ബെസ്റ്റ് ഗൾഫിൽ നിന്നൊക്കെ വന്ന ഫ്രണ്ട്സേ, എടാ ഒന്നും ചിന്തിക്കണ്ട, കാരൊക്കെ ജ്യൂസ് അടിച്ചാണ്ട് കുടിച്ചാൽ മതി. ജഡ്ജ് ചെയ്യാൻ പാടും ഒരാൾ ആ രീതിക്ക്. എന്ത് വൃത്തികെട്ട ക്യാരക്ടറാണ്. അതല്ല, അവര് സ്നേഹം കൊണ്ട് ഐ കാൻഡ് അക്സെപ്റ്റ് ദാറ്റ്. അതൊരു സ്നേഹം, അതെന്ത് കൊണ്ട് എന്ന് ചോദിക്കാനുള്ള ബേസിക് മര്യാദ നമ്മൾ കാണിക്കണം. അതില്ലാതെ ഇത് ആയില്ലാന്ന് കാണുമ്പോഴേക്കും എല്ലാരും ആർക്കാ കുഴപ്പമോ, ഇവക്കാണോ നീ ഇമ്പോർട്ട് ചെയ്തു ദുബായിന്ന് എല്ലാ കൊല്ലം ഓരോ കിലോ കാരക്ക ജ്യൂസ് കൊണ്ട് കുടിച്ചാലൊക്കെ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ സങ്കടമായിട്ടുണ്ട് ചില. അതെ അതെ അതെ. ഈ ആ സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സെലിബ്സ്, ഈ പറയുന്ന ആക്ടേഴ്സ്, അവരുടെ അടുത്ത് സംസാരിക്കുക എന്നൊക്കെ ഉള്ള സംഭവം. പക്ഷെ ഇപ്പൊ നോക്കുമ്പം ഒരുപാട് സെലിബ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട്, ഒരുപാട് മീൻസ് സെലിബ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരിക്കാം, അല്ലെ അപ്രീഷിയേറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിന് അതിന്റെ ഒരു ഹാപ്പിനെസ്. അതെ, ഇപ്പൊ പണ്ട് ആ സമയം ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് അതെ അതെ, പണ്ടത്തെ ഇപ്പത്തും നമ്മള് തമ്മിൽ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ പ്രജിനാണ് ഇങ്ങനെ ഒരാളാണെന്ന് പറയുമ്പോൾ അവർക്കറിയാം. അപ്പോൾ ഞാനിപ്പോ സെലിബ്രിറ്റീസ് ഉള്ള ഷോസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആളാണെന്നുള്ള അവർ തിരിച്ചറിയാൻ തുടങ്ങി. അതൊരു ഭയങ്കര. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം നമ്മൾ അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ചെയ്തു. അത് ഇപ്പൊ ആരുടെ അടുത്ത് പോയി, ഇനിയിപ്പോ ഒരു കഥ പറയാൻ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോവാണെങ്കിലും ഒരു വേ ഉണ്ട് നമുക്ക് കയറി ചെല്ലാൻ. ആദ്യം അങ്ങനെ ഒരു നമ്മളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഒരു ഈസി വേ ഉണ്ടാവും. നമ്മളെ പെട്ടെന്ന് റിജക്ട് ചെയ്യില്ല. അതാണ് അതൊരു അങ്ങനെയാണ്. അത് കുറച്ചുകൂടി നമ്മൾ മിഞ്ഞാന്ന് ദുബായിന്ന് വരുമ്പോ ഇടവേള ബാബു ചേട്ടനും ഒരു ആളുടെ പേരും കുറെ നമ്മുടെ ഇതിനൊക്കെ ഉണ്ട്, സണ്ണി ലിയോണിന്റെ കൂടെ ഡാൻസ് ചെയ്ത് മുണ്ടൊക്കെ ഇട്ട് ആ ചേട്ടനൊക്കെ കുറെ പടം, നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുലൊക്കെ ഉള്ള ഇവർ രണ്ടുപേരും എങ്ങോട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രജേട്ട അങ്ങോട്ട് പോയി ബാബു ചേട്ടാന്ന് വിളിച്ചപ്പോൾ മനസ്സിലായപ്പോ ചേട്ടൻ ഇങ്ങോട്ട്, ആ മോനെ പ്രജനെ അറിയാടാന്ന് പറഞ്ഞു, അറിയാൻ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ പ്രജേട്ട അപ്പൊ തന്നെ എൻ്റെ അടുത്ത് വന്ന്, കണ്ടോ എന്നെ അറിയാന്ന് പറഞ്ഞു. ഏട്ടൻ്റെ ആ ഒരു സന്തോഷം ഞാൻ അവിടെ കണ്ടു. കാരണം ഇവർ കാലിക്കറ്റ് എന്തോ ഒരു ഇതിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ എന്തോ, പക്ഷെ അത്രയും സാധാരണ നമുക്കത് കിട്ടാത്തൊരു സാധനം. നമ്മൾ അങ്ങോട്ട് പോയി ചേട്ടാ സാർ ഒരു സെൽഫി എടുക്കട്ടെ എന്നൊക്കെ അല്ലേ ചോദിക്കാം. നമ്മളെയും കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രൗഡ് ഫീൽ വേറെയാണ്. ഭയങ്കര സംഭവം. നമ്മള് ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മളങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം, അതിപ്പോ ഇതില് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ആണോ, മറ്റേ അനിക്കേന്റെ അമ്മ, കോഴിക്കോട് തന്നെ അമ്മ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ലാലേട്ടൻ മോനെ വിളിച്ചു ചോദിച്ചു. ലാലേട്ടൻ വിളിച്ചോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അല്ല ലാലേട്ടൻ മോന്റെ എന്തോ വീഡിയോ എന്തോ കണ്ടൊരു ഇഷ്ടമായിണ്ട്, വിളിച്ചിരുന്നോ ചോദിച്ചു. അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ബേബി മെമ്മോറിയലില് ഫേസ് എക്സ്പാൻഷന്റെ ലാലേട്ടന്റെ ആങ്കറിങ് ഞാൻ ചെയ്ത ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഏട്ടനെ ഒന്ന് മീറ്റ് എപ്പോഴെങ്കിലും ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കും, ലാലേട്ടന്റെ കോൾ മിസ് കോൾ വല്ലതും ഉണ്ടോ. സത്യം ലാലേട്ടനൊക്കെ അങ്ങനെ ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിലും അങ്ങനെ അങ്ങനെ പറഞ്ഞൂലോ എന്നുള്ള ഇത് ചിലപ്പോ എന്താ പറയാ,
അതായത് എനിക്ക് അങ്ങനെ ഒരു വേറൊരു പേഴ്സൺ അടുത്ത് അങ്ങനെ കേട്ടപ്പോഴേ നമ്മള് അതൊരു ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ എന്നിട്ട് ഞാനും ഫ്രണ്ട്സ് എല്ലാരും കൂടെ വണ്ടിയിൽ പോകുമ്പോഴാണ് ഇത് കേട്ട. അപ്പൊ ഇങ്ങനെ അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു മോളെ വിളിച്ച് ഞാൻ "അടിമോളെ ഇങ്ങനെ വിളിച്ചടാ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കൂ, ഈശ്വര 2255 നമ്പർ ലാസ്റ്റുള്ള എന്തെങ്കിലും വരട്ടെ വരുന്നുണ്ടോ വരുന്നുണ്ടോ അതെന്തായാലും വരട്ടെ, അല്ലെ കാണാൻ ഒരു സാഹചര്യം, അല്ലെ ഒന്ന് സംസാരിക്കാൻ തീർച്ചയായിട്ടും വരും. അയ്യോ താങ്ക് യു അയ്യോ ആ മൊമെന്റ് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ നമ്മൾ അന്ന് കണ്ട എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടാണല്ലോ ഞാൻ ലാലേട്ടനെ കാണുന്ന സ്റ്റേജിലേക്ക് വരുന്നത്. ഞാൻ അമ്മേന്റെ പരിപാടിക്ക് കാലിക്കറ്റ് രോമം അന്ന് മുന്തിയ രോമം ഇതുവരെ തന്നിട്ടില്ല. അത് ഇവള് കാരണം എനിക്ക് കാണാൻ പറ്റിയ ലാലേട്ടനെ കാണാൻ പറ്റി. ഞാന് പണ്ട് ഇവിടെ സ്വപ്നനഗരിയിൽ അമ്മേന്റെ ഒരു പരിപാടി ഏറ്റവും ബാക്കില് എന്നാണ് ലാലേട്ടനെ കാണുന്നത്. അത് നമ്മളൊരു ഷേപ്പ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മള് അല്ലാതെ അരിമോളെ വർക്കിന് പോയപ്പോഴാണ് ഞാൻ അടുത്തുനിന്ന് കാണുന്നത്. ഭയങ്കര പ്രൗഡായിരുന്നു ആ വർക്ക്. അരിമോള് ലാലേട്ടനെ എന്റെ ലൈഫിൽ കിട്ടാവുന്ന ഇതിലും വലുതില്ല. അത്രയും ഞാൻ ഭയങ്കര സംഭവമായി ഭയങ്കര ജീവിതത്തിൽ അതെ. ഞാനിങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് ലാലേട്ടന്റെ അടുത്തേക്ക് സാറേ എന്ന് പറയാൻ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. കണ്ട് മീൻസ് ഇങ്ങനെ ഒരു സാധനം ഓൾറെഡി വന്നല്ലോ, ചോദിച്ചിരുന്നോന്നൊക്കെ. അനികയുടെ ഫാമിലി ആയിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പൊ ഇതും ഉണ്ട് മൈൻഡില് ഒന്ന്. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത്രയും ഹെക്റ്റിക്കുമാണ്. പിന്നെ 12-13 ബോഡി ഗാർഡ്സ് ബൗൺസേഴ്സ് കവേർഡ് ആയിരുന്നു പുള്ളിനെ. അതിന് മുന്നേ പുള്ളിനെ തോണ്ട എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പൊ അത് കാരണം തന്നെ ഭയങ്കര സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അത്രയും ഏരിയ ഭയങ്കര മനസ്സിലേക്ക് ആ സിനിമകളൊക്കെ ഇങ്ങനെ ദേവാസുരം തൊട്ട് ഇങ്ങനെ ഓടും ഓരോരോ മൊമെന്റ്. എന്റെ മുന്നേ അതൊരു ഫീലാണ്. അതെ. അതുപോലെ തന്നെ പ്രജനെ, നമ്മള് പ്രജൻ പഠിപ്പിക്കുന്ന പിള്ളേരിൽ തന്നെ എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, നമുക്ക് ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എൻ്റെ കൂടെ ഡാൻസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഐ മീൻ കുറച്ച് വയ്യാത്ത ആൾക്കാരും ഉണ്ടല്ലോ, ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര അതൊരു വാവ് ഫാക്ടർ. കാരണം അതും നമുക്ക് ഒരിക്കലും തോന്നിപ്പിക്കാത്ത രീതിയിലാണ് പ്രജൻ ചെയ്തത്. ശരിയല്ലേ? എടുത്തിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു വരുന്നു, എടുക്കുന്നു, പിന്നെ ഒരുമിച്ച് ഇങ്ങനെ. എനിക്ക് അത് അല്ലാത്തൊരു നമുക്ക് ഞാൻ ആ ഒരു കുറവിനെയല്ല ഞാൻ അതിനെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു കുറവുണ്ടായിട്ടല്ല സ്നേഹിക്കണേ. ആ കുട്ടികളുടെ അടുത്ത് നിന്ന് നമുക്ക് മറ്റുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരു സ്നേഹം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ആ കുറവുണ്ടായിട്ട് അതിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനോ, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് അപ്പൊ നമ്മൾ കൂടുതലൊന്ന് സ്നേഹിച്ചേക്കാം, നെവർ. അങ്ങനെയല്ല. ഇപ്പൊ പറഞ്ഞ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആണ് ആ കുട്ടി എന്ന് ആ കുട്ടിക്ക് പോലും തോന്നാറില്ല. ആ ക്ലാസ്സിൽ ഏട്ടൻ്റെ അടുത്ത് വലിയ കുറച്ച് ഏജ് ഉള്ള അങ്ങനത്തെ ഒരു കുട്ടി വരെ പീല് വന്നപ്പോഴും പ്രജയായിട്ട് അവരുടെ പാരൻസിന് ആ ഒരു കൺസേൺ ഉണ്ടാവും ഓഫ് കോഴ്സ്, ഇത്രയും കുട്ടികളുടെ ഇടയിൽ. അപ്പൊ ഏട്ടൻ അവരോടൊക്കെ പറയാ എന്താ കുഴപ്പം, അവൻ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് അവനില്ലാത്ത പ്രശ്നം ഇവിടെ ആർക്കും വേണ്ട. അവരിൽ ഒരാളായി അവരെ മാറ്റിക്കളയും. ഇപ്പോ കുട്ടികളാണെങ്കിൽ എന്റെ അടുത്ത് 2-3 കുട്ടികളുണ്ട്. അപ്പൊ അവര് സ്റ്റെപ്പ് തെറ്റിച്ച് കഴിഞ്ഞാൽ അവര് നല്ലോണം ചീത്ത പറയും. അതിന് സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നുമില്ല, എല്ലാ കുട്ടികളും ചീത്ത പറയുന്ന പോലെ പറയും. എല്ലാവരും ഒരുപോലെ. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വ്യക്തിനെ കാണുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊരു സിമ്പതി മൈൻഡിൽ തോന്നും. പക്ഷെ അത് നമ്മൾ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമ്മള് കുറച്ചുകൂടെ നോർമൽ ആയിട്ട് അങ്ങ് ബിഹേവ് ചെയ്യുമ്പോൾ they will feel good actually. മനസ്സിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ നമുക്ക് ഏത് അസുഖത്തിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. ആ സ്ട്രെങ്ത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക, അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ്. എന്നാലേ അവർക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അതുമല്ല, അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് ആ ഒരു സിമ്പത്തിന്റെ മുകളിൽ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിട്ട് അത് ഞാൻ ഭയങ്കര, എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. അവര് എല്ലാവരെ പോലും ഇപ്പൊ നമ്മൾക്കൊക്കെ എന്ത് വേണമെങ്കിലും വരാം, ഈ നിന്ന നിപ്പിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിനൊരു കുറവായിട്ടല്ല, അതും നമ്മളെ കൂടെ ഉള്ളത്. നമ്മൾ ഒരുപോലെ, ഞാൻ ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയും. എല്ലാവരും പോലെ അവനെയും കണ്ടിരിക്കണം. ഒരു സ്പെഷ്യലും ഇല്ല അവന്. അവൻ സ്റ്റെപ്പ് കറക്റ്റ് അല്ലെങ്കിൽ അതുപോലെ പറയും. ഓക്കെ. ഈ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു MC പരിപാടിയും ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഗ്രോത്ത് എങ്ങോട്ടേക്കാണ്? അതെന്റെ പാഷനാണ് ആക്ച്വലി. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ അതിനൊരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇരിക്കുന്നിടത്ത് ഇപ്പോഴും ഞാൻ ഇരിക്കാത്തത്. മനസ്സിലായില്ലേ? എനിക്ക് ആ ലെവലിലേക്ക് എനിക്ക് കൊച്ചിയിൽ നിന്ന്, അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽസ് തുടങ്ങിയ ടൈമില്, ഓരോ ചാനലും തുടങ്ങിയ സമയത്ത് എനിക്ക് കോള് വന്നിരുന്നു, 30 days അവിടെ സ്റ്റേ ചെയ്യണം, ഇതുപോലെ സെലിബ്രിറ്റീസിന്റെ വർക്ക് ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ പ്രജന മനായോ മോളെ പോവല്ലേ എന്ന് പറഞ്ഞ് ആദ്യമേ സെൻഡ് ഇട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത്, ചേട്ടൻ വരത്തില്ലല്ലോ. പിന്നെ ഞാൻ അതിനത്രയും ഒരു
പ്രൊഫഷണലി എടുക്കുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് MC ചെയ്യാൻ. അപ്പൊ എന്നെ വിളിക്കുന്ന ക്ലയൻസ് തന്നെയാണ് എന്നെ എപ്പോഴും വിളിക്കാറ്. അപ്പൊ ആ ലെവലിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെർമനന്റ്ലി ഒരു കാര്യത്തിൽ എനിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഫ്രീലാൻസ് ആക്കുന്നത്. പ്രജനാളും പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം കൊടുക്കുന്ന രീതി. പ്രജനാളും പറയുന്നുള്ളൂ അവളുടെ വർക്കാണ്, ബിസിയാണ്, ഫ്രീ ആണെങ്കിൽ വന്നേനെ, പക്ഷെ ബിസിയാണ്. ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, യു ഡു വാട്ട് യു ലൈക്ക്. അത് അങ്ങോട്ടും ഉണ്ട്, അത് ഇങ്ങോട്ടും ഉള്ളത്. അത് നല്ല രീതിയിലുണ്ട്. ലെറ്റ് ഹർ ഡു എന്നുള്ളൊരു സംഭവമുണ്ട്. അതാണ് അണ്ടർസ്റ്റാൻഡിങ്. ഏട്ടൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ സ്നേഹം മറ്റൊരാളുടെ ജീവിതത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ അടിച്ചമർത്തിയിട്ട് കാണിക്കുന്ന സ്നേഹം അവരോടുള്ള സ്നേഹമല്ല, അത് നമ്മളോടുള്ള സ്നേഹമാണ്. ഇപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അപ്പൊ ഞാൻ നിനക്ക് ഇഷ്ടം പച്ച ഷർട്ട് ഇടാനായിരിക്കും, ഞാൻ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചുവപ്പ് ഇടുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിന്നെ അല്ലല്ലോ, എന്റെ ഫീലിങ്സിനെയല്ലേ ഞാൻ സ്നേഹിക്കുന്നത്. അതെ അതെ, അതുപോലെയൊക്കെ ഏട്ടൻ എൻ്റെ അടുത്ത് പറയും, മോളുടെ ഇഷ്ടം അതാണ്, ആ ഇഷ്ടത്തിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതേമാതിരി ഞാൻ തിരിച്ചു. ഏട്ടൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷെ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിനെ ഞാൻ അംഗീകരിക്കണ്ടേ, അല്ലാതെ അവരെ പിടിച്ചു കെട്ടുന്നതല്ലല്ലോ സ്നേഹം. അതൊരിക്കലും ഒരു സ്നേഹമല്ല, അത് സെൽഫിഷ്നെസ് ആണ്. അക്കോർഡിംഗ് ടു അസ് അത് സെൽഫിഷ്നെസ് ആണ്. ഞാൻ ഓർക്കുമായിരുന്നു ആ ഒരു ടൈമില് പ്രജിൻ വരുമ്പോ, പ്രജിൻ നല്ല സ്ലിം ആണ്. സ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സ്ലിം ആയിട്ട് ആ ഒരു 2016 ടൈമില്. അപ്പൊ സംസാരിച്ച ഇടയ്ക്ക് പ്രജിൻ പറയുന്നുണ്ട് ഇടയ്ക്ക്, എനിക്ക് കുറച്ച് സൈസൊക്കെ ഒന്ന് വെക്കണം ബ്രോ എപ്പോഴും പറയാറുണ്ട്. ഏട്ടൻ അന്ന് തടി തോന്നിക്കാൻ വേണ്ടി ഡ്രസ്സിങ് ഓർമ്മയുണ്ടോ നിനക്ക്? ജാക്കറ്റ്, 2 ട്രാക്ക്, കയ്യില് റിസ്റ്റ് ബാൻഡ്, മാക്സിമം ബോഡി തടി തോന്നിക്കാൻ വേണ്ടി. അങ്ങനെയും അന്നൊക്കെ എല്ലാരും പറയുന്നത് കോഴിക്കോട് സിറ്റിയിൽ ഈ പൊരി വെയിലത്ത് ജാക്കറ്റ് ഇട്ട് കിടക്കുന്ന ഒരേ ഒരു മനുഷ്യൻ പ്രജേട്ടനായിരുന്നു. എല്ലാരും ചോദിക്കുമായിരുന്നു. ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലും അതാ എടാ ഈ വെയിലായിരുന്നു, അന്നും വെയിലിനൊരു കുറവില്ലല്ലോ. ഏട്ടൻ ജാക്കറ്റ് ഒക്കെ ഇട്ട് ടൗണിൽ കൂടെ, ഏട്ടന്റെ കംപ്ലീറ്റ് ഒരു 10-40 ജാക്കറ്റ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും കൊടുത്തല്ലേ. പിന്നെ ഒരു ജാക്കറ്റ്, അങ്ങനെയായിരുന്നു ഏട്ടൻ ഡ്രസ് ചെയ്യാറ്. നല്ലൊരു മാസ് ലുക്ക് ഇട്ടു. പിന്നെ ഒരു 2021 ഒക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ആ ഒരു ട്രാക്കിലായെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അല്ല വണ്ണം വെപ്പിച്ചതാ പലതും. കുറച്ച് പ്രോട്ടീൻ ഒക്കെ കഴിച്ചിട്ടുണ്ട് വണ്ണം വെപ്പിക്കാൻ വേണ്ടി. ഞാൻ ആ കോവിഡ് സമയത്ത് ഒന്ന് റെസ്റ്റ് കിട്ടിയല്ലോ. ആ സമയത്താണ് കേട്ടോ, ആ സമയത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഓണാക്കിയത്. ആ കോവിഡ് ടൈം, ആ സിനിമന്റെ സമയം പോയപ്പോ തന്നെ ഇവരെല്ലാരും ഇതാക്കി. പിന്നെ നമ്മളെ ഫ്രണ്ട് ഉണ്ട് ദിവ്യ, അവള് എടാ നീ ഇങ്ങനെ എനിക്ക് തീരെ കോൺഫിഡന്റ് ഇല്ല ഇങ്ങനത്തെ, ഞാൻ ചേട്ടനോട് നേരത്തെ പറഞ്ഞില്ല ഞാൻ. അപ്പൊ അവൾ എന്ത് ചെയ്ത, അവള് എന്റെ പേരിൽ ഒരു പേജ് തുടങ്ങി. അത് ഈ പറഞ്ഞ പ്രൊഡ്യൂസർ, തല്ലുംപടിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അവള്, ഡോക്ടർ ദിവ്യ. അവള് ആ പേജ് തുടങ്ങിയിട്ട് എനിക്ക് തീരെ താല്പര്യം. ഞാൻ അവിടുന്ന് കളിക്കുന്ന ഡാൻസ് അതൊക്കെ എടുത്തിട്ട് അവൾ എടുത്തിട്ട് ഇതിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. ഞാൻ അവളോട് ദേഷ്യം പിടിക്കും, നീ അത് ചെയ്യല്ലേ, നീ അങ്ങനെ ചെയ്യാ, ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല, ഞാൻ അത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ, എടാ നീ അത് രസമുണ്ടാവും, അത് അടിപൊളിയാവും എന്നൊക്കെ അവളും പറയും. ആ വീഡിയോ ഇൻസ്റ്റഗ്രാം തുടങ്ങണം, എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോന്റെ കാര്യം കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ അവള് പ്രജിൻ വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് തുടങ്ങിയ ഒരു സംഭവം. പിന്നെ ഞാൻ അതില് പിന്നെ നമ്മുടെ മറ്റേ വീഡിയോ തല്ലുംപടിയുടെ ഒരു ഷോർട്ട് ഇട്ടിട്ട് തല്ലുമാലന്റെ ട്രാക്ക് ഇട്ടേട്ടൻ അപ്ലോഡ് ചെയ്തില്ലേ, അതാണ് കത്തി. അത് ആ ട്രാക്ക് അന്ന് ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. ഹിറ്റ് തല്ലുമാല ഭയങ്കര സംഭവം. എന്നെ ദേവി മാം അടിക്കുന്ന ഒരു സീന്, അത് 7.5 മില്യണിലേക്ക് കയറി. പിന്നെ അനികേന്റെ കൂടെ ഞാൻ ഡാൻസ്, അതും അത്ര തന്നെ കയറി. 12 മില്യൺ വരെ കയറി. 12 മില്യൺ, അത് യൂട്യൂബിലൊക്കെ ക്രോസ് കയറി. അപ്പൊ അതാണ് പിന്നെ ആ ഒരു പേജിലൂടെ അത് അങ്ങനെ. പിന്നെ എനിക്ക് തോന്നി ആൾക്കാർ ഈശ്വര എവിടുന്നൊക്കെയോ ഇതിന് ലൈക്ക് കിട്ടുന്നുണ്ട്, അത് എവിടെയോ കയറിയപ്പോ പിന്നെ നമ്മൾ അതില് ഫോക്കസ് ട്രാക്കിലായി. പിന്നെ ആ മതിമുഖി മാലതി സോങ്ങിൽ കൂടെ മതിമുഖിയാണ് ജീവിതം തന്നെ മാറ്റിമറിച്ചത്. പാട്ട് ഭയങ്കരമായിട്ട് അതിപ്പോ എവിടെ കേൾക്കുമ്പോഴും എവിടെ അത് പോസ്റ്റ് ചെയ്യുമ്പോഴും ആൾക്കാര് അതെ അതെ ഒരു കമന്റ് എന്റെ പേരുണ്ടാവും. അതൊരു ഭയങ്കര കിട്ടല്. പിന്നെ ഇപ്പൊ ഓരാധിക എന്ന് പറഞ്ഞ പ്രേമലൂല് ഒരു സോങ് വന്നു. അത് മുന്നേറ്റം ചെയ്തതാ. ഞാൻ മുന്നേ ഇതുപോലെ ഒരു സംഭവം ചെയ്തു. അവര് ചിലപ്പോ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് സ്വയം മൂവി കണ്ടപ്പോ പറഞ്ഞു കൃഷ്ണനായിട്ട് വന്നില്ലേ പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ
പിന്നെ പിന്നെ അതുമല്ല അതിൽ ലാസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന സീനില്ലടാ, എനിക്ക് എന്നെ കണക്ട് ആയി. ഞാൻ ഇങ്ങനെ അന്ന് കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞില്ലേ ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞപ്പോ പ്രസിഡന്റ് പറഞ്ഞു മനസ്സിലായില്ല എന്നുള്ള സെയിം തന്നെ അതിലും. നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവത്തില്ല, മനസ്സിലാവുന്ന ഭാഷ പറയുന്നത്. എന്നെ കുറെ ഫ്രണ്ട്സ് വിളിച്ചു, എടി നീ പ്രപ്പോസ് ചെയ്ത അതേ രീതിയാ അതെ സെയിം 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 പ്രപ്പോസ് ചെയ്തു, നിനക്ക് മനസ്സിലായില്ല, ഓക്കെ അപ്പൊ ബാക്കിൽ വിളിരുന്ന് ഓർക്ക് ഈ ചേട്ടൻ ഇംഗ്ലീഷിൽ പ്രേമം പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് വല്ല ലവ് എന്ന് മാത്രം മനസ്സിലായി. ആരാന്ന് മനസ്സിലായി, വേറെ ആരോടെങ്കിലും വിചാരിച്ചത്. ഏട്ടനൊക്കെ അന്ന് ഭൂലോക ഭംഗിയായിരുന്നു ഏട്ടന്മാര് എന്നെക്കാളെ. പക്ഷെ എന്റെ കണ്ടല് പുള്ളിയാ ഞാൻ എപ്പോഴും വെറൈറ്റി തെരഞ്ഞു പോകുന്ന ആളാ. അപ്പൊ ഞങ്ങളുടെ അത്രയും നാടൻ കാറ്റഗറിയിൽ ഒരാള് മാത്രം ഫുൾ ജാങ്കോ. ക്യാമറയുടെ മുന്നിൽ പറയുന്നത് വേറൊരു സാധനം പറയുന്നത് അതില്ലടാ, അതെന്ത് സംഭവം എന്നറിയോ, അത് എന്റെ കസിൻ ബ്രദർ ജർമ്മനിയിലായിരുന്നു. അപ്പൊ പുള്ളിയുടെ സിസ്റ്റർ കല്യാണമാണെന്ന്. അപ്പൊ ജർമ്മനിയിൽ നിന്ന് കുറെ പേര് വന്നിട്ടുണ്ട്, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ആ ചേട്ടന്റെ കൂടെയുള്ള ഫ്രണ്ടാന്ന് ആദ്യം കരുതിയേ, കൂടെ വന്ന ഫ്രണ്ട്, കാരണം അങ്ങനത്തെ ഒരു ലുക്ക്. അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ പിന്നെ അപ്പൊ ഞാൻ ഇടയ്ക്ക് ചൂടാന്ന് പറയും, ജർമ്മൻ ഷെപ്പേർഡാന്ന് കരുതി പ്രേമിച്ചതാ, പിന്നെ അല്ലേ ചൊക്കിളിയാന്ന് പറഞ്ഞെന്ന് പറയും. പിന്നല്ലേ കേരളമാണെന്ന് അറിഞ്ഞത്. അത് പറഞ്ഞ ഇടയ്ക്ക് സീനാക്കാറുണ്ട്. അതല്ലേ ഞാൻ ലവ് വിത്ത് എന്നൊക്കെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ട് കയറി പ്രപ്പോസ് ചെയ്തേ. നാട്ടിൽ തന്നെ ആണെങ്കിൽ ചേട്ടാ ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഡയറക്റ്റ് പറഞ്ഞേനെ. ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ, ഞാൻ ജർമ്മനിക്കാരന്റെ കൂടെ പോയോ, ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇതും പറഞ്ഞ് തളർത്തു, പിന്നെയാണ് മനസ്സിലായി നാടനാണ് ജർമ്മൻ. പിന്നെ ഒരു ഏതൊരു വ്യക്തിക്കും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മളൊരു ചെയ്യുന്നതിന് ഒരു റിവാർഡോ അല്ലെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സന്തോഷം കിട്ടിയത് JK പിള്ള സാറിന്റെ ഒരു അവാർഡ് കിട്ടുക, അതൊരു വലിയ കാര്യം, തീർച്ചയായിട്ടും. അത് നമ്മള് സംഭവം അത് എന്ത് പറഞ്ഞിട്ടാ തന്ന്, ആ വർഷത്തെ ജനപ്രീതി കിട്ടിയ സോഷ്യൽ മീഡിയ താരം അങ്ങനെ പറഞ്ഞിട്ടാ തന്നിരിക്കുന്നത്. ഭയങ്കര പ്രൗഡ്, അത്രയും വലിയ ആൾക്കാർ ഒരു അവാർഡ് കിട്ടി. ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ആൾക്കാർ കണ്ടതും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ പെർഫോമൻസ്. അതെ 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 അങ്ങനെയാ തന്നിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ആ ടൈം വെച്ച് നോക്കുമ്പോ യു ഫീൽ അല്ലേ 2023 തീരുമ്പോ അല്ലേ നമ്മള് 30 ആ ടൈമില് സ്യൂട്ടൊക്കെ ഇട്ട് അടിപൊളി ലുക്കില്. പിന്നെ ഇപ്പൊ എല്ലാത്തിനും നമ്മുടെ ആനുവൽ ഡേ നടന്നപ്പോ ആശാ മാം ഒക്കെ സ്റ്റേജിൽ നിന്ന് ഏട്ടനെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടപ്പോ എന്റെ അമ്മ എല്ലാരും, എന്റെ ഫാമിലി, ഏട്ടന്റെ എല്ലാരും കരഞ്ഞുപോയി. കാരണം മാമിനെ പോലത്തെ അത്രയും വലിയൊരു ആക്ട്രസ് ആൻഡ് ഡാൻസർ, പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു താരം ഏട്ടനെ കുറിച്ച് പറഞ്ഞത് പ്രജിൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്ന ആളല്ല. മാം ദുബായിൽ നിന്നൊക്കെയാ വന്നേന്ന് തോന്നുന്നു. ഏട്ടനോട് എന്നിട്ട് ഇവിടെ എത്തിയിട്ട് പറഞ്ഞ മോനെ നിന്റെ ഒരു ഇതിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഏട്ടനെ കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകൾ, ഇത്രയും പ്രോഗ്രാം ചെയ്യുന്നത്, അപ്പൊ അത്രയും വലിയ വലിയ ആളുകൾ അങ്ങനെയൊക്കെ പറയുമ്പോ അതിനും വലിയ അപ്രിസിയേഷൻ നമുക്കൊന്നുമില്ല, അതിന് വലിയ അവാർഡ് ഒന്നുമില്ല. അതല്ല മാം പെർഫോം ചെയ്യുന്നതിന്റെ ആ ഡ്രസ്സിൽ ആ വേഷത്തിലാണ് നമ്മൾക്ക് വേണ്ടി സംസാരിച്ചത്. മാറാതെ മാം അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ മാം ആ ഒരു സ്നേഹം, പിന്നെ അവര് വന്നു, പിന്നെ ഇഷാൻ ചേട്ടൻ വന്നു, റംസാൻ ദിൽഷ. ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഡാൻസേഴ്സാണ്, ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളാണ്. വളരെ ഫ്ലെക്സിബിൾ ആൻഡ് വെർസറ്റൈൽ ഡാൻസേഴ്സ് അവരൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊക്കെ റംസാന്റെ ഫാനാണ്. എന്റെ അടുത്ത് ഇവള് പറയും ചേട്ടൻ മറ്റേ ചന്തി കുലുക്കി ഡാൻസ് കളിക്കുന്ന മാതിരി അല്ലാതെ ഒരു അടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ ഡാൻസ് ഞാൻ ഭയങ്കര റെസ്പെക്ട്. കുഞ്ഞിലെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും ഞാൻ ഭയങ്കര പ്രൗഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസേഴ്സിൽ ഒരു ശോഭന മാം ആണ് എനിക്ക് ഫസ്റ്റ് ഇഷ്ടം. പിന്നെ ഋതിക് റോഷൻ, ഏട്ടന്റെ സ്റ്റുഡൻസ് കുറച്ച് പേര് റംസാന്റെ ഭയങ്കര ഫാനാട്ടോ. അതെ 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 നല്ലതാ അവനും. എനിക്ക് ഭയങ്കര ദിൽഷയാണെങ്കിലും അവളെ എന്ത് നല്ല മോളാന്നറിയോ. പിന്നെ എന്റെ ഡാൻസിങ് സ്റ്റാർസിലുള്ള എല്ലാവരും നമ്മളൊരു ഫാമിലി ആയിട്ടാണ് കുട്ടികളെ എല്ലാവരും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരൊക്കെ നമ്മളെ പ്രോഗ്രാമിൽ എത്തിയതിലൊക്കെ. മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സമയം. സത്യം, ഞാൻ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മളെ അടുത്ത് അങ്ങനെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ആൾക്കാരെ വെച്ച് കമ്പാരിസൺ ദൈവത്തിന്റെ പേര് പറഞ്ഞു വിളിക്കും.
ഗുരുവായ കൃഷ്ണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് അത് കൃഷ്ണ എന്ന് വിളിക്കുന്ന വേറൊന്നുമല്ല. കൊറേ ഗോപികമാരെ കൂടെ നടക്കുമ്പോ പിന്നെ അത് തന്നെ മനസ്സിലായി. അങ്ങനെ അങ്ങനെ പറയാ. പിന്നെ ഏതൊക്കെയോ ആക്ടേഴ്സിന്റെ പോലെ അത് കാർത്തിന്റെ പോലെ ഉണ്ട് എന്നൊക്കെ പറയാ. അത് കുറെ പേര് പറയാറുണ്ട് അല്ലേ? എന്റെ അമ്മേ അതൊക്കെ അല്ലു അർജുനെ പോലെ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നാമത് പുഷ്പ വന്ന ടൈമില് അത് വെച്ചിട്ട് ഡാൻസിങ് സ്റ്റാർസിൽ ആ ഒരു ലുക്ക് വെച്ച് ചെയ്യുകയും ചെയ്തു. കമന്റ് ബോക്സിൽ ഇടുന്നവര് ക്ഷമിക്കണം, ഇത് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ ഇവനാണോ അല്ലു അർജുൻ? കൊറേ പേര് വെച്ച് ദേവർകൊണ്ട യശ് അയ്യോ ഒരിക്കൽ കാന്യമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു കുഴി കുഴിച്ച് ഇപ്പൊ തന്നെ അതിൽ മൂടി മരിച്ചാലോ തോന്നിപ്പോയി എനിക്ക്. ആ സെക്കൻഡിൽ തന്നെ ഒരു മെസ്സേജ് കാനിയമ്മനെ പോലെ എന്റെ ചേട്ടനെ കാണുന്ന ഒരു കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ആരിത് ഒരു കുഴി കുഴിച്ചു തരും, ഞാൻ ഇപ്പൊ തന്നെ മരിക്കാന്ന് നിർത്തിന്നല്ലേ. ഇങ്ങനെ ടെൻഷൻ അല്ലു അർജുൻ കാർത്തി എന്നൊക്കെ പറയുമ്പോഴേ പിന്നെ പ്രസിഡന്റ് 10 മിനിറ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയി എന്നെ ഞാൻ അതുകൊണ്ട് അത് പണ്ട് തൊട്ടേ ഉണ്ടല്ലോ. എനിക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോഴുള്ള ശമ്പൂർണ്ണ ഉള്ള ഫീലിംഗ് അച്ചോ. എനിക്ക് തോന്നുന്നു ആര്യ സംസാരിക്കുമ്പോ ഇപ്പം ഒരു 2 പ്രാവശ്യം തിങ്ക് ചെയ്യാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഞാനൊക്കെ ഒന്നുകൂടെ തിങ്ക് ചെയ്യും. നമ്മളൊക്കെ ഏകദേശം അങ്ങനെയാണ്. ഒന്നും നോക്കാതെ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതെ, അത് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കാൻ ഇഷ്ടം തോന്നും, അതിനോടൊരു കൗതുകം തോന്നും. ആ ഒരു ഇതൊക്കെയല്ലേ എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്ന കാര്യങ്ങള്. നമ്മൾ എത്ര ഡിപ്ലോമാറ്റിക് ആക്കാൻ നോക്കിയാലും സത്യം എന്താന്ന് ഉള്ളിലുള്ള ഇപ്പൊ ചില സിനിമകൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും മഞ്ഞുമൽ ബോയ്സിലൊക്കെ കണ്ടില്ല ആ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ എല്ലാവരുടെ ലൈഫിലും കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചാലേ ആ ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ലല്ലോ. എനിക്ക് പിന്നെ ഇങ്ങനെ പറ്റൂ, ഞാൻ ഇങ്ങനെയാന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പ്രജി നന്നായിട്ട് കുക്ക് ചെയ്യോ അല്ലേ? ആ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ. വന്നപ്പോ തന്നെ ആര്യകത്ത് കിടന്നുറക്കമായിരുന്നു. കട്ടൻ ചായയൊക്കെ ഇട്ട് സുലൈമാനിയൊക്കെ ഇട്ട് കൊണ്ടു തന്ന് അറിയാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നാലും ഒന്നും കൂടെ കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാം. ആദ്യമായിട്ട് എന്ത് വെച്ചാലും ഒരു ടേസ്റ്റ് ആയിരുന്നു. പച്ചക്കറി, മീൻകറി, ചിക്കൻ കറി, ബീഫ് എല്ലാത്തിനും ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 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 അത് ഇമ്പ്രൂവ് ആയി, ഇപ്പൊ ഭയങ്കര കുക്കായി. രജനെ അത് വേണേ കട്ട് ചെയ്യാം, അത് വേണേ കട്ട് ചെയ്യാം. ഇപ്പൊ അടിപൊളിയായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കടുക്കൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ 3-4 ദിവസമായിട്ട് ചോദിക്കുന്നു ഒന്നുകൂടെ ഉണ്ടാക്കി തരുമോ. നൈസായിരുന്നു, മുളകൊക്കെ ഇട്ട്. എവിടെ പോയാലും ജീവിക്കാം. ഞാൻ എന്ത് എങ്ങനെ ജീവിക്കും. ഞാനിപ്പോ ഇന്നിപ്പോ ഇതില്ലേലും ഞാൻ ഫ്യൂച്ചർ ചിന്തിക്കാറില്ല. ഞാന് നിന്ന നിപ്പില് തീർന്നോ എന്നുള്ള മൈൻഡിൽ ജയിക്കണാണ്. അപ്പൊ ഞാന് അതെ ഇപ്പൊ ഉള്ള സന്തോഷേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ഫ്യൂച്ചറും സംസാരിക്കാറില്ല. ഞാൻ മറ്റന്നാള് ഇങ്ങനെ ഒരു സൂപ്പർ അന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഇപ്പൊ ഉള്ളത് കിട്ടി വെച്ച് നോക്കുമ്പോ ബമ്പർ ഹാപ്പിയാണോ? ഹാപ്പി. ഞാൻ നാളെ പോലും തിങ്കിക്കാറില്ല. സീരിയസ്ലി ഞാൻ ഇപ്പൊ മരിക്കാണ്, ഞാൻ ചിരിച്ച് മീശയും പിരിച്ച് ഞാൻ മരിച്ചു കിടക്കും. മരിക്കണേന്റെ ഇടയിൽ കൂടെ എടാ ഇത് ചുമ്മാ തള്ളുന്നതല്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് ഇൻസിഡന്റ്. അപ്പൻഡിക്സ് വന്നിട്ട് പൊട്ടി, വയറ്റിന്ന് പൊട്ടി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇക്രയിലേക്ക് കൊണ്ടുപോയതാ. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് ജസ്റ്റ് ഡോക്ടറെ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ICUന്റെ മിററില്ലേ അതിൽ നോക്കിയിട്ട് ഞാൻ നോക്കും ഒരാൾ മുടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നോട് മോളെ എന്റെ ലിബാം എവിടെ ഒരു ഇടി വെച്ചേരും ഞാൻ കയറിക്കുള്ളിലേക്ക്.